ഇന്ന് നമുക്ക് പ്രമേഹത്തെക്കുറിച്ച് നോക്കാം. എന്താണ് ശരിക്കും പ്രമേഹം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച് ഗ്ലൂക്കോസായിട്ട് മാറുന്നു. ഈ ഒരു ഗ്ലൂക്കോസ് നമ്മുടെ ശരീരകോശത്തിലേക്ക് എത്തിക്കാൻ ഇൻസുലിൻ എന്നൊരു ഹോർമോൺ ആവശ്യമാണ്. ഈ ഒരു ഇൻസുലിൻ ഹോർമോൺ ശരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തതും അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇതിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാത്തതും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നു. ഈ ഒരു അവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രമേഹത്തിൻ്റെ ടൈപ്സുകളെ കുറിച്ച് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസ്. ഇതിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം പാൻക്രിയാസിലുള്ള ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇത് പ്രധാനമായിട്ടും കുട്ടികളിലും യുവാക്കളിലാണ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിൽ ഇൻസുലിന് നമ്മുടെ ശരീരം ശരിയായിട്ട് ഉപയോഗിക്കാത്തതും പിന്നീട് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും ആണ് ഈ ഒരു ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണം. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കണ്ടുവരുന്നു. ഇതിന് കാരണങ്ങൾ അമിതവണ്ണം, വ്യായാമക്കുറവ്, ഫാമിലി ഹിസ്റ്ററി എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ്. ഇത് ഗർഭകാലത്ത് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു ഡയബറ്റീസാണ്. ഇത് ഡെലിവറിക്ക് ശേഷം മാറുമെങ്കിലും പിന്നീട് ഇത് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമാവാറുണ്ട്. പ്രമേഹം വരാനുള്ള കാരണങ്ങൾ ഫാമിലി ഹിസ്റ്ററി, അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമക്കുറവ്, അതേപോലെ തന്നെ കൂടുതൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ പ്രായം കൂടി വരുമ്പോൾ വരാം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ദീർഘകാലമായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഇവയൊക്കെ പ്രമേഹത്തിലേക്ക് നയിക്കാം. പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ അമിത ദാഹം, അമിതമായിട്ടുള്ള വിശപ്പ്, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും, അതുപോലെ മുറിവുകളൊക്കെ വൈകി ഉണങ്ങുക, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതകൾ, നമ്മുടെ കാഴ്ച മങ്ങുക, കൈകാലുകളൊക്കെ ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയൊക്കെ അനുഭവപ്പെടാം, കാരണമില്ലാതെ ഭാരം കുറയുക. ഇവയൊക്കെയാണ് സാധാരണമായിട്ട് പ്രമേഹത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. പ്രമേഹം നിയന്ത്രിക്കാൻ സാധാരണമായി ഓരോ വ്യക്തിക്കും അനുയോജ്യമായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ, അതേപോലെ ശരീരഭാരം നിയന്ത്രിക്കാം, കൃത്യമായിട്ടുള്ള ബ്ലഡ് ചെക്കപ്പ്, HbA1c പോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം, അതേപോലെ അനുയോജ്യമായിട്ടുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻസ് യൂസ് ചെയ്യാം. ആയുർവേദത്തിൽ പ്രമേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ ദോഷാവസ്ഥ, അതേപോലെ അവരുടെ ശരീരപ്രകൃതി, ലക്ഷണങ്ങൾ, ഇതിനൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മുടെ ഒരു ചികിത്സ നടത്തി വരുന്നത്. പ്രധാനമായിട്ടും ഈ ചികിത്സയിൽ ഉൾപ്പെടുന്നത് ഓരോരോ ഇൻഡിവിജ്വലിനും അനുയോജ്യമായിട്ടുള്ള ഡയറ്റ്, അതേപോലെ വ്യായാമം, അതേപോലെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ്, നമ്മുടെ പ്രമേഹം കുറയ്ക്കാൻ ഉതകുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ചില സാഹചര്യങ്ങളിൽ പഞ്ചകർമ്മ പോലെയുള്ള ട്രീറ്റ്മെൻറ്റും ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആയുർവേദ ചികിത്സ സ്വീകരിക്കുന്നതിനായി നമ്മൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇൻസുലിനോ അതേപോലെ എടുത്തുകൊണ്ടിരിക്കുന്ന ടാബ്ലറ്റുകളോ ഒന്നും സ്റ്റോപ്പ് ചെയ്യാതെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം. ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ദിവസം ഒരു 30 മിനിറ്റൊക്കെ നടക്കുക, എന്തെങ്കിലും രീതിയിലുള്ള ഒരു വ്യായാമങ്ങളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ HbA1c പോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അത് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള മെഡിസിന് കഴിക്കുക. അതേപോലെ ഭക്ഷണക്രമത്തിൻ്റെ നോക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് നമ്മൾ തവണകളായിട്ടുള്ള ബാലൻസ്ഡ് മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഡയബറ്റീസ് ഉള്ള ആളുകൾ പ്രധാനമായിട്ടും കഴിക്കേണ്ടവ പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറി, ഇലക്കറി, അതേപോലെ മുഴുധാന്യങ്ങൾ, അതേപോലെ തന്നെ പ്രോട്ടീന് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയാണ്. അതേപോലെ പരമാവധി നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ട കാര്യങ്ങൾ വെളുത്ത അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും, അതേപോലെ മിഠായികൾ കഴിക്കുന്നത്, മധുരപാനീയങ്ങൾ കഴിക്കുന്നത്, ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ, കൂടുതലായിട്ടും മധുരമുള്ളതും ലഡു പോലെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടതാണ്. പ്രമേഹം ഒരു ജീവിതകാല രോഗമായിരിക്കാം, പക്ഷേ ചിട്ടയായ ഭക്ഷണം,
വ്യായാമം, ജീവിതശൈലി, സ്ഥിരമായിട്ടുള്ള പരിശോധന, വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ആവശ്യമാണെങ്കിൽ നടത്താവുന്ന ആയുർവേദ ചികിത്സ, ഇവയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി തന്നെയാണ് ഏറ്റവും നല്ല ചികിത്സ. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വിഷ് യു ഗുഡ് ഹെൽത്ത്.